ഏറെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷം. എറണാകുളത്തേക്കുള്ള പാസഞ്ചർ ട്രെയിനിലെ സ്ഥിരം യാത്രക്കാരാണ് ട്രെയിനിനുള്ളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഗുരുവായൂരിൽ നിന്നും യാത്ര ആരംഭിച്ച ട്രെയിനിൽ പൂവിളിയും മാവേലിയും മധുര വിതരണവുമൊക്കെയായാണ് ആഘോഷം നടത്തിയത്. ഈ ആഘോഷം ഏറെ ശ്രദ്ധേയമായി. നാടും നഗരവുമൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ വ്യത്യസ്തമായൊരു ഓണാഘോഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനിനുള്ളിലെ സ്ഥിരം യാത്രക്കാരാണ് ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. മാവേലിയും അതോടൊപ്പം തന്നെ പഴക്കുലയും ഒക്കെയായി ഇവിടേക്ക് ഈ ട്രെയിനിനുള്ളിലേക്ക് നിരവധി പേർ കയറിയിട്ടുണ്ട്, നിരവധി യാത്രക്കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പുലർച്ചെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിൽ കയറിയ യാത്രക്കാരെ സഹർഷം സ്വാഗതം ചെയ്തത് മാവേലിയായിരുന്നു. ആഘോഷം എന്തു തന്നെയായാലും വ്യത്യസ്തത കൊണ്ടുവരുന്ന റെയിൽവേ പാസഞ്ചർ അസോസിയേഷനാണ് ട്രെയിനിലെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. മറ്റ് യാത്രാ സർവീസുകളിൽ നിന്നും വ്യത്യസ്തമായി ട്രെയിനിലെ സ്ഥിര യാത്രക്കാർ തമ്മിൽ ഒരു ഹൃദ്യമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഈ ഊഷ്മള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലെ ഓണാഘോഷം. ഇപ്രാവശ്യം കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങള് മാവേലിയടക്കം ആയിട്ട് നടക്കുന്നതാണ്. ഒരു പാട്ടും ഓണാഘോഷവും പായസ വിതരണം എല്ലാം നടക്കുന്നതാണ് സാധാരണ. ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായി ഒരുപാട് പേരെ നമ്മൾ കൂട്ടായ്മയോട് കൂടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് 2 ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. നല്ല ആഘോഷമായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. ഇതും ഇനി എറണാകുളം ഗുരുവായൂർ തൊട്ട് എറണാകുളം വരെ നല്ല ആഘോഷമായിരിക്കും. ആഘോഷം അടിപൊളി. ഓണം കളറാക്കണം, ദുഃഖങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. അത് യാത്രയാണ്. പഴക്കുലയുമായാണ് തൃശ്ശൂരിൽ നിന്നും ഒരു സംഘം ട്രെയിനിലേക്ക് കയറിയത്. ഓരോ സ്റ്റേഷനുകളിലും ഓണപ്പാട്ടുകൾ പാടി മാവേലിയും കൂട്ടരും ബോഗികൾ തോറും കയറിയിറങ്ങിയതോടെ ട്രെയിൻ ഒന്നാകെ സഞ്ചരിക്കുന്ന ആഘോഷ കേന്ദ്രമായി മാറി. യാത്രക്കാരോട് നാടിനെ പറ്റിയും പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങളും ചോദിച്ചറിഞ്ഞ മാവേലിയുടെ വക ഒരു ഓണപ്പാട്ട് കൂടിയായപ്പോൾ ആഘോഷം കെങ്കേമമായി. പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ പൊന്നിൽ മുത്തായി മാറ്റും തോണിയിൽ നീ വരൂ മകം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നന്നായി ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും ഓണം. അന്നും ആഘോഷിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ആഘോഷിക്കാനായിട്ട് ഒരുപാട് നമുക്ക് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നത്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളരെ ജനങ്ങൾ എന്താ പറയുക, എല്ലാ ദുഃഖങ്ങളും മറന്ന് സന്തോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം. ഓണാഘോഷവേള മധുരമാക്കാൻ മാവേലിയുടെ വക പാലട പായസവും കായവറുത്തതും ശർക്കര ഉപ്പേരിയും ഒക്കെ എത്തിയതോടെ യാത്ര വേറെ ലെവലായി. കുട്ടികൾ ഉൾപ്പെടെ ആഘോഷ തിമിർപ്പിലായിരുന്നു. യാത്രക്കാർ ഓരോരുത്തരും പാട്ടുപാടിയും നൃത്തം വെച്ചും ആഘോഷം കളറാക്കി. എല്ലാ വർഷങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഗംഭീരമായിട്ട് നമുക്ക് ഈ വർഷം ഓണം നന്നായി ഇതാൻ വേണ്ടി ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് മാവേലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നു. ജോലിൻ്റെ തിരക്കിൽ നല്ലൊരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉഷാറാണ് ഇന്നിപ്പോൾ ഈ കൊല്ലത്തെ ഓണത്തിന്. ആശയം ഇവര് കുറച്ചാൾ മുന്നേ ഞങ്ങളുടെ അടുത്ത് പറയും, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങള് അന്നത്തെ ദിവസം ഈ കമ്പാർട്ട്മെന്റിൽ എന്നെ കയറണം, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ സ്ഥിരം കണ്ട് വരുന്ന ആൾക്കാർ ഒരുമിച്ച് ആഘോഷിക്കണ ഒരു ദിവസം. കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളായി ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുമുണ്ട് ആഘോഷത്തിൽ. സുന്ദരമായിട്ടുള്ള യാത്രയാ, തിരക്കില്ലെങ്കിൽ സുഖമായിട്ടുള്ള യാത്രയാ. എല്ലാ കൊല്ലവും നന്നായിട്ട് നടത്തുന്നുണ്ട്, എല്ലാ വർഷവും നന്നായി നടത്തുന്നുണ്ട്. 59 വർഷം. അത് ക്രിസ്മസ് ആയി കഴിഞ്ഞാലും എന്തെല്ലാം സെലിബ്രേഷൻ ഉണ്ടോ അതൊക്കെ ഞങ്ങളിവിടെ ആഘോഷിക്കാറുണ്ട്. അതൊരു രസമാണ്, അത്രേ ഉള്ളൂ. ഗുരുവായൂരിൽ തുടങ്ങിയ ഓണാഘോഷം ഇടപ്പള്ളിയിലാണ് അവസാനിച്ചത്. ഇനി അടുത്ത വർഷത്തെ ഓണാഘോഷത്തിന്റെ കാത്തിരിപ്പിലാണ് ഈ യാത്രക്കാരൊക്കെയും.
അപ്പോൾ സ്ഥിരം യാത്രക്കാർ ഗുരുവായൂരിൽ നിന്നും എറണാകുളം വരെ ഈ ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. വ്യത്യസ്തമായൊരു ഓണാഘോഷം, അതിൽ നാം എല്ലാം പങ്കാളികളായി. എന്തായാലും എല്ലാവർക്കും ഓണാശംസകളുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ, പ്രത്യേകിച്ച് ജന ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ഓണാശംസകളും. എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക, സന്തോഷിക്കുക, ആഘോഷിക്കുക. ഒരു ആർപ്പോ അതുതന്നെയാണ് ഈ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഒക്കെ ഈ ട്രെയിനിനുള്ളിൽ നിരവധി പേരാണ് പങ്കാളികളാവുന്നത്. ക്യാമറമാൻ വിപിൻ കോശ്രയ്ക്കൊപ്പം എം മനോജ്, ജനം, തൃശൂർ.